റിസോർട്ടുകളോ റെസ്റ്റോറൻറ്റ്സോ സ്വിമ്മിംഗ് പൂൾസോ ഓഫീസുകളാവട്ടെ. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് സംതിങ് ഡിഫറെൻറ്റ് കോൺസെപ്റ്റിൽ വേണമെന്ന് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ. അപ്പോൾ പൊതുവെ ആളുകൾക്കൊരു ധാരണയുണ്ട്, കണ്ടെയ്നർ 8 അടി അകലമല്ലേ ഉള്ളൂ, അതിനകത്ത് ഒരു വീട് എന്ത് തന്നെ ചെയ്താലും ഇത് ഒരു ലക്ഷറി. അതെ, എല്ലാ സെറ്റപ്പ് ആണല്ലോ മൊത്തം. ആക്ച്വലി കണ്ടെയ്നറിന്റെ ഫീൽ ഒരിക്കലും വരില്ല. നമ്മുടെ എല്ലാ പ്രോഡക്ട്സിലും അങ്ങനെയാണ്. എല്ലാ പ്രോഡക്റ്റ്. ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ സുമുസ്വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തമായിട്ട് വീട് എന്നുള്ളത് എല്ലാവർക്കും വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വീടില്ലാത്തവർക്ക് ഒരു വീടിന്റെ വില ശരിക്കും അറിയൂ എന്ന് പറയാം. വീടുകൾ തന്നെ പല രീതിയിലുണ്ട്. അതായത് വളരെ കുഞ്ഞു വീട് തുടങ്ങിയിട്ട് ഭയങ്കര ലക്ഷങ്ങൾ കോടികൾ മുടക്കിയുള്ള വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീടിന്റെ ഒരു ടെക്നോളജി, അതായത് കണ്ടെയ്നർ വീടുകൾ എങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു കിഡിലൻ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ കോയമ്പത്തൂരുള്ള ടെക്നോ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് കണ്ടെയ്നർ സ്പേസ് സൊല്യൂഷൻസ് എന്നുള്ള ഒരു ക്യാപ്ഷനാണ് അവർക്കുള്ളത്. അപ്പോൾ കണ്ടെയ്നറുകൾ കൊണ്ട് വീടുകളും മാത്രമല്ല, അനന്ത സാധ്യതകളാണ് കണ്ടെയ്നറിൽ. അതായത് വീടുകൾ, ഓഫീസ് സ്പേസുകൾ, ടോയ്ലറ്റ്സ്, ബസ് സ്റ്റോപ്സ്, ഷോപ്പുകൾ, നിങ്ങൾക്ക് വേണ്ട റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ നമുക്ക് ഈ കണ്ടെയ്നർ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിൽക്കുന്നതും ഇതൊരു ഓഫീസിലാണ്. കണ്ടെയ്നർ കൊണ്ടുണ്ടാക്കിയതിനുള്ള ഒരു ഓഫീസാണ്. അപ്പോൾ ഇതിൽ തന്നെ ടോയ്ലറ്റ്സ്, പാൻട്രി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർ ഇക്ബാൽ തങ്ങളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയാം. അപ്പോൾ നേരെ ഇന്നത്തെ വീഡിയോയിലിട്ട് കിടക്കാം. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ കണ്ടെയ്നർ വീടുകളുടെ സാധ്യതകളും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച വീഡിയോയില്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ആരൊക്കെയാണ്, ഏത് തരത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ കണ്ടെയ്നർ വീടുകൾ ചൂസ് ചെയ്യുന്നത്? ബേസിക്കലി ഈ കണ്ടെയ്നർ സൊല്യൂഷൻ എന്നുള്ളത് അതിനൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. അതായത് നമ്മൾ ബേസിക്കലി ഇതൊരു പുതിയ കോൺസെപ്റ്റാണല്ലോ. പുതിയതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു അപ്കമിങ് കോൺസെപ്റ്റ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ കണ്ടെയ്നർ ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു റൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ സൊല്യൂഷൻ എന്നുള്ളത് എല്ലാ തരത്തിലുള്ള കൺസ്ട്രക്ഷൻസിനും നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ റിക്വയർമെൻറ്റ് എന്തോ ആവട്ടെ, വീടുകളോ റിസോർട്ടുകളോ റെസ്റ്റോറൻറ്റ്സോ സ്വിമ്മിംഗ് പൂൾസോ ഓഫീസുകളാവട്ടെ, ലേബേഴ്സിൻ്റെ ക്യാമ്പ്, സൈറ്റ് ഓഫീസ്, അങ്ങനെയുള്ള നമ്മളെന്ത് സിവിലിൽ ബിൽഡ് ചെയ്യുന്ന എന്തെല്ലാം സംഭവങ്ങളുണ്ടോ അതെല്ലാം തന്നെ നമ്മുടെ കണ്ടെയ്നേഴ്സിൽ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കും. പക്ഷേ ഇവിടെ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, കണ്ടെയ്നർ എന്തുകൊണ്ട് വൈ ഷുഡ് ഐ ചൂസ് ഫോർ എ കണ്ടെയ്നർ അല്ലെങ്കിൽ ലുക്ക് ഫോർ എ കണ്ടെയ്നർ സൊല്യൂഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കുള്ളിലുണ്ടാവും. അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസർ ഞാൻ പറയാം. അതായത് ഇപ്പം എനിക്ക് ഒരു കൺസ്ട്രക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും അതാവട്ടെ, ഒരു വീടാവട്ടെ, ഓഫീസാവട്ടെ, അല്ലെങ്കിൽ ഒരു ഷോപ്പാവട്ടെ, ഫാം ഹൗസ് ആവട്ടെ, ഇതെനിക്കൊരു ബിൽഡ് ചെയ്യണം. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് സംതിങ് ഡിഫറെൻറ്റ് കോൺസെപ്റ്റിൽ വേണമെന്ന് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ, അതായത് ഈ സിവിൽ തന്നെ ചെയ്ത് ഒരു ബോറടിച്ചു, നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഇത് നോക്കാം. രണ്ടാമത്, നമുക്ക് ബിസിയാണ്. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ബിസിയാണ്, ഒട്ടും സമയമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി സീക്ക് ചെയ്യുന്നത് എൻ്റെ സമയം ആവശ്യമില്ലാതെ എനിക്ക് എൻ്റെ സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതാണ്. ഒബ്വിയസ്ലി അവർ തിങ്ക് ചെയ്യേണ്ടത് റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അവിടെ നമ്മളുണ്ട്, അവർക്ക് കണ്ടെയ്നർ ആലോചിക്കാം. മൂന്നാമത്, നമുക്കൊരു എനിക്കൊരു ലാൻഡ് ഉണ്ട്. അപ്പോൾ ആ ലാൻഡിന് കൺസ്ട്രക്ഷൻ അപ്രൂവൽ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു ലാൻഡാണെന്ന് കരുതുക. ഒബ്വിയസ്ലി അവിടെ സിവിലിനോട് നമുക്കൊന്നും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ലാൻഡ് എക്സ്പെൻസീവ് ആവാം, അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഉള്ളതാവാം. നമ്മളവിടെ എന്ത് ചെയ്യും? അവിടെ നമുക്കൊരു സോളിഡ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിവിലേ ഇന്നത്തെ ഇതിലുള്ളൂ. അതല്ലാത്തൊരു ഓപ്ഷൻ, അപ്പോൾ സിവിൽ പറ്റാത്ത തരത്തിൽ അവരെന്ത് ചെയ്യണം? അവർക്ക് അടുത്ത ഓപ്ഷൻ എന്നുള്ളത് പോർട്ടബിൾ ആയിട്ടുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്നാണ്. അവിടെയും നമ്പർ 1 കണ്ടെയ്നറാണ്. അപ്പോൾ മൂന്നാമത്തെ ആ കണ്ടീഷനിലും കണ്ടെയ്നർ നമുക്ക് സീക്ക് ചെയ്യാം. നാലാമത്, നമുക്ക് ഒരു ലാൻഡ് ഉണ്ട്, ഓക്കെ, പക്ഷേ ഒരു അതായത് നമുക്കൊരു അൺസർട്ടനിറ്റി ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ, അടുത്തൊരു 5 കൊല്ലത്തിന് ശേഷം എനിക്ക് അവിടെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. എൻ്റെ ലാൻഡിൽ ഹ്യൂജ് ബിൽഡിംഗ് കെട്ടാൻ, കൊമേഴ്ഷ്യലോ റെസിഡൻഷ്യലോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു വലിയ പ്ലാൻ ഉണ്ട്. പക്ഷേ ഈ 5 കൊല്ല കാലാവധിയിൽ ഞാൻ ആ ലാൻഡിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്ന് ആലോചിക്കുന്ന ഒരാൾക്ക് അവിടെ സിവിൽ കെട്ടി 5 കൊല്ലം കഴിയുമ്പോൾ പൊളിച്ചു കളഞ്ഞ ആളുടെ മാസ്റ്റർ പ്ലാൻ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഒബ്വിയസ്ലി അയാൾ ചെയ്യാവുന്നത് അയാളുടെ ടെമ്പററി ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ അവിടെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് അയാളുടെ പർപ്പസ് എന്തോ ആവട്ടെ, കൊമേഴ്ഷ്യലോ റെസിഡൻഷ്യലോ, ആ പർപ്പസിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയും കണ്ടെയ്നർ തന്നെയാണ് ഏറ്റവും വലിയ റോളുള്ളത്. അപ്പോൾ പിന്നെ അടുത്തത്,
ഒരു വ്യക്തിക്ക് അതായത് അവർക്ക് ഒട്ടും അതായത് സമയമില്ലാത്ത പരിധികളിലും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ടേൺ കീ പോലെ കണ്ടെയ്നറിൻ്റെ ഒരു ടേൺ കീ പോലെ അവരുടെ ആവശ്യത്തിന് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് സൊല്യൂഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് ഒരു വ്യക്തി കണ്ടെയ്നർ കോൺസെപ്റ്റ് എന്നുള്ള രൂപത്തിൽ നോക്കേണ്ടത്. ഇതല്ലാതെ ഒരു കോസ്റ്റ് പൊതുവേ നാട്ടിലുള്ള ജനങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ജനങ്ങൾ കരുതുന്ന ഏറ്റവും ചീപ്പായിരിക്കും കണ്ടെയ്നർ ബിൽഡ് ചെയ്യുന്നത്, ചീപ്പായിട്ട് ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള രൂപത്തിലുണ്ട്. അത് ഒട്ടുമല്ല. കണ്ടെയ്നർ എന്നുള്ളത് എസ്പെഷ്യലി എൻ്റെ കമ്പനി ടെക്നോ ക്യാപ്പ് എന്ന് പറയുന്ന എൻ്റെ കമ്പനി നമ്മൾ വി ആർ എ ലീഡിങ് കണ്ടെയ്നർ സ്പേസ് മാനേജ്മെൻറ്റ് കമ്പനി ഇൻ ഇന്ത്യ. അപ്പോൾ ഒരു ആർക്കിടെക്ട് ബേസ്ഡ് സൊല്യൂഷൻ ഉഗ്രൻ പ്രോഡക്റ്റ് നമുക്ക് വേണം എന്നുള്ള രൂപത്തിലുള്ളവർക്ക് മാത്രമേ എൻ്റെ പ്രോഡക്റ്റ് ഫീസിബിൾ ആവുള്ളൂ. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നതും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സൊല്യൂഷൻസും അങ്ങനെയാണ്. അപ്പോൾ കണ്ടെയ്നേഴ്സ് എന്നുള്ളത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കാം, പക്ഷേ ചീപ്പായിട്ടുള്ള സാധനം കണ്ടെയ്നറിൽ നന്നായി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നത് അബദ്ധമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളുള്ള ഒരു വ്യക്തിക്ക് നിർബന്ധമായും കണ്ടെയ്നറിൽ നോക്കാം. കാരണം ഇന്ന് പൊതുവെ ആർക്കും സമയമില്ലല്ലോ. റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന എന്തും ഞാൻ ഉൾപ്പെടെ നമ്മൾ സീക്ക് ചെയ്യുന്നതാണ്. പോകുന്നു, കാണുന്നു, വാങ്ങുന്നു, പോരുന്നു, കാശ് കൊടുക്കുന്നു, പോരുന്നു. ഇതാണ് എല്ലാവരും സീക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടേതും. നമുക്കൊരു വീട് ബിൽഡ് ചെയ്യാൻ 2 മാസം സമയം. ഒരു വീടെന്ന് പറയുമ്പോൾ 1 BHK or 2 BHK, അതിൽ കൂടുതൽ പോകുന്നില്ല. പിന്നെ ബേസിക്കലി ഇതൊരു കോമ്പാക്ട് ലിവിങ് കോൺസെപ്റ്റാണ്. കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു അല്പം സ്പേസ് പോലും വേസ്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല, 1 സ്ക്വയർ ഫീറ്റിനെ എങ്ങനെ 2 സ്ക്വയർ ഫീറ്റിന് യൂട്ടിലിറ്റി കൊണ്ടുവരാം എന്നുള്ളതുമായിരിക്കും നമ്മുടെ ഡിസൈനിൽ വരുന്ന ഒരു എലമെൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടെല്ലാം നമുക്ക് കണ്ടെയ്നേഴ്സിൻ്റെ പ്രോഡക്ട്സ് നമ്മൾ സീക്ക് ചെയ്യാം. നമ്മൾ ഇരിക്കുന്ന ഓഫീസ് ഒരു ഫുൾ കണ്ടെയ്നർ ആണല്ലോ. അതെ, ഇത് ഒരു 20x10 20 അടി നീളവും 10 അടി അകലവുമുള്ള ഒരു ഓഫീസ് കണ്ടെയ്നർ ആണ്. ഈ കണ്ടെയ്നറിന്റെ സ്പേസ് ആണ് നമ്മളിപ്പോ കണ്ടെയ്നർ ലോറികൾ പോകുന്ന ഈ വലിപ്പത്തിനായിരിക്കും? അല്ലല്ല, ബേസിക് അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പൊതുവേ കണ്ടെയ്നർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൈസ് ഉള്ളത് 8 അടിയാണ് അകലം, നീളം വരുന്നത് 20 അടിയും 40 അടിയുമാണ്. അപ്പോൾ ഈ 40 അടി ആവട്ടെ 20 അടി ആവട്ടെ, ഈ 2 കണ്ടെയ്നേഴ്സിൻ്റെയും അകലം എന്നുള്ളത് 8 അടിയാണ്. ഇതാണ് ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സിൻ്റെ സൈസ്. അപ്പോൾ പൊതുവെ ആളുകൾക്കൊരു ധാരണയുണ്ട് കണ്ടെയ്നർ 8 അടി അകലമല്ലേ ഉള്ളൂ, അതിനകത്ത് ഒരു വീട് എന്ത് തന്നെ ചെയ്താലും ഇതല്ലേ കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. അവിടെ അത് തെറ്റായൊരു ധാരണയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റിക്വയർമെൻറ്റ് എനി സൈസ് ആവട്ടെ, ഏത് സൈസോ ഏത് സ്പെക്കോ എനി ക്വാളിറ്റി നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനെ നമ്മൾ കണ്ടെയ്നറൈസ് ചെയ്യും. എക്സിസ്റ്റിംഗ് ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യും. അതല്ല, നമ്മൾ ഫാബ്രിക്കേറ്റേഴ്സും കൂടിയാണ്. ബ്രാൻഡ് ന്യൂ കണ്ടെയ്നേഴ്സ് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യും. നിങ്ങൾക്കൊരു വീട് 1000 സ്ക്വയർ ഫീറ്റിൽ വേണമെന്നുണ്ടെങ്കിലും അത് നമ്മൾ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് വെച്ചിട്ട് നമ്മൾ അസംബിൾ ചെയ്ത് ഫിനിഷ് ചെയ്ത് കോൺസെപ്റ്റ് നമ്മൾ അച്ചീവ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര വലിയ സ്ക്വയർ ഫീറ്റ് റൂം ആണെങ്കിലും നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നമുക്കിപ്പോൾ കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉള്ളൊരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 സ്റ്റോർ ബിൽഡിംഗ് അങ്ങനെയൊക്കെ ഇതിലും ഇതിനകത്ത് പോസിബിലിറ്റീസ് എന്നുള്ളത് എൻലെസ് ആണ്. ഇപ്പോൾ സിവിലിൽ നമുക്ക് ബിൽഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറ്റുമോ, 10 ഫ്ലോർ പറ്റുമോ, അല്ലെങ്കിൽ ഇത്ര സ്പാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്കില്ല. കാരണം നമ്മളത് ഫെമിലിയർ ആണ്. അതേപോലെ തന്നെയാണത് ഇതിനകത്ത് പോസിബിലിറ്റീസ് എന്നുള്ളത് ആസ് ഗുഡ് ആസ് സിവിൽ. എന്തെല്ലാം നമ്മൾ അതിൽ ബിൽഡ് ചെയ്യുന്നു അതെല്ലാം ഇതിൽ പോസിബിളാണ്. ഒരു പക്ഷേ ഷേപ്പുകൾ ഇപ്പോൾ സിവിലിൽ നമ്മൾ ബ്രിക്ക് ആൻഡ് മോട്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു ആർച്ച് ഷേപ്പ്, യു ഷേപ്പ്, പല ഷേപ്പുകളും ബിൽഡ് ചെയ്യാം. ഇത് കണ്ടെയ്നർ ആയതുകൊണ്ട് ഒരു പക്ഷേ സ്ട്രെയിറ്റ് ലൈൻസ് മാത്രമേ പറ്റുള്ളൂ ആയിരിക്കാം. അതല്ലാതെ ഒരു ലിമിറ്റേഷൻസും നമ്മുടെ ക്ലയൻസിന് നമ്മൾ വെക്കാറില്ല. എന്താണോ നിങ്ങൾക്ക് ആവശ്യം അത് അച്ചീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. ആൻഡ് നമ്മൾ ചെയ്യുന്ന ഓൺലി ദി ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ബഡ്ജറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രോഡക്ട്സ് നമ്മൾ ചെയ്യാറില്ല. ഇപ്പം നമുക്കിത് ഒരു വീട് ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഏത് സ്പേസിലേക്കാണെങ്കിലും കൊണ്ടുവയ്ക്കാനായിട്ട് അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവില്ലേ? ചെറിയ ഏരിയകളൊന്നും പറ്റില്ല. അത് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ആക്സസ് ലിമിറ്റേഷൻ ആണ്. അപ്പോൾ അവിടെ വരുന്നത് നമുക്ക് ലോറിയിൽ കൊണ്ടുപോകാവുന്ന സൈസ് അതിന് 13 അടി അകലം വരെ കൊണ്ടുപോകാം. ഒരു അത്യാവശ്യം നല്ല സൈസുള്ള വീട് തന്നെ ഒരു ട്രെയിലേഴ്സിൽ കൊണ്ടുപോകാം. പക്ഷെ ആ ട്രെയിലറിന് ആ സൈറ്റിലോട്ടുള്ള ആക്സസ് വേണം. സൈറ്റിലോട്ട് ട്രെയിലറിന് ആക്സസ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോസിബിലിറ്റീസിന് റെസ്ട്രിക്ഷൻസ് വന്നു. സൈറ്റിലിട്ട് അത് ലിമിറ്റേഷൻ, ആ ലിമിറ്റേഷനെ ക്രോസ് ചെയ്യാം, പക്ഷെ നമ്മൾ സൈറ്റിലിട്ട് ചെയ്യണം. അപ്പോൾ സൈറ്റിലിട്ട് ചെയ്യുമ്പോൾ അവിടെ ഒബ്വിയസ്ലി നമുക്ക് കോസ്റ്റ് കൂടും. അത് ചെയ്യാറുണ്ട്, പക്ഷെ റയറായിട്ട് മൾട്ടിപ്പിൾ നമ്പേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യും, സൈറ്റിലിട്ട് ചെയ്യും. ചെറിയതാണെങ്കിൽ നമുക്ക് അവർക്ക് കോസ്റ്റ് ബെയറബിൾ ആയിരിക്കില്ല. ദാറ്റ്സ് എ പ്രോബ്ലം. ഇപ്പൊ നമുക്ക് വീട് കൂടാണ്ട് ഓഫീസ് അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ അതിനുള്ള ആവശ്യക്കാരുണ്ടോ? നമുക്ക് എല്ലാത്തിനുള്ള ആവശ്യക്കാരുണ്ട്. ഇപ്പൊ ഓഫീസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കൺസ്ട്രക്ഷൻ കമ്പനീസിന് അത് അവർ മാസീവായിട്ട് ഓഫീസ് എടുക്കും. ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സൈറ്റ് ഓഫീസ് കണ്ടെയ്നേഴ്സ് അവരെടുക്കും. അതൊരു വശം. അതല്ലാതെ വീടുകൾ ധാരാളം ചെയ്യുന്നു, ഡേ ടു ഡേ ലിവിങ് ഹൗസസ് ചെയ്യുന്നു, ഫാം ഹൗസുകൾ ധാരാളം ചെയ്യുന്നു.
ഇപ്പോൾ ഫാമേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഫാം ലാൻഡ് വാങ്ങി അടുത്തത് അവർക്കൊരു വീടാണ് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രൂപത്തിൽ വരുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള സമയവും ഇതുമില്ല. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ പറയുന്നു, നമ്മുടെ അടുത്ത് ഫാക്ടറിയിൽ വരുന്നു, മീറ്റിംഗ് ചെയ്യുന്നു, അവരുടെ ആവശ്യം പറയുന്നു, അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് ലെവലിൽ ട്രാവൽ ചെയ്യുന്നു, ഫിനിഷ് ചെയ്ത് കൊണ്ടുപോയി ഇറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് അതായത് വീട് ഫാക്ടറിയിൽ നിന്ന് തീർന്നു പോകുന്ന വീടിന് ഒരു ദിവസമോ 2 ദിവസമോ മതി അവർക്ക് ഹൗസ് വാമിങ് ചെയ്യാൻ. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പ്ലംബിംഗ് ആൻഡ് സീവേജ് ആൻഡ് വാട്ടർ കണക്ഷൻസ് മാത്രം ഗ്രൗണ്ടിൽ ചെയ്യുക എന്നല്ലാത്ത ബാക്കി എല്ലാം ഫിറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഇൻക്ലൂഡിങ് അവരുടെ എല്ലാം നമ്മൾ അതിനകത്ത് കൊണ്ടുവരും. ആവശ്യമുള്ളവർ ഒരു വ്യക്തി പറയുകയാണ് എനിക്ക് ഫുള്ളി ഫിറ്റഡ് വേണമെന്ന് പറഞ്ഞാൽ ഒരു സാധനം പോലും ഇല്ലാതെ എല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് ഫാക്ടറിയിൽ നിന്ന് പോവുക. അപ്പോൾ ഒരു വീട് കിട്ടുക എന്നുള്ളത് സാധാരണ വിഷയമല്ല. നമ്മുടെ എല്ലാ സമയവും തലവേദന പിടിച്ചൊരു വിഷയമാണ്. നമ്മുടെ സമയം പുള്ളി ചിലവഴിച്ച് അവിടെ പോയി കിടന്ന് അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ആ ഒരു പ്രശ്നങ്ങളില്ല. സമാധാനമായിട്ട് അവർ പൈസ മാത്രം തന്നാൽ മതി, വീട് അവരുടെ സ്ഥലത്തോട്ട് വന്ന് ഇറങ്ങും. ദാറ്റ് ഇസ് ദ വേ വി വർക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്ലാന്റ്, ഇവിടുത്തെ മെയിൻ പ്ലാന്റാണത്. അപ്പോൾ ഇതൊരു കോഫി ഷോപ്പാണ്. 4 സെപ്പറേറ്റഡ് സ്പേസുള്ള ഒരു കണ്ടെയ്നറിൽ വരുന്ന ഒരു കോഫി ഷോപ്പാണ് ചെയ്തേക്കുന്നത്. 4 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം മോഡൽ തന്നെ പറഞ്ഞാൽ അപ്പുറത്ത് വേറെ പണി നടക്കുന്നുണ്ട്. ഇതും സെയിം തന്നെയാണ്. കണ്ടെയ്നറിൽ കോഫി ഷോപ്പ് വരുന്നതാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർ കൺസ്ട്രക്ഷനാണ് ഇതെല്ലാം. ഇതിൻ്റെ ടോപ്പിൽ റൂഫ് ആയിട്ട് വരുന്നൊരു സംഭവമാണ് ഈ കാണുന്നത്. ഇത് റൂഫ് ടോപ്പാണ് ഇതിൻ്റെ. ഈ കോഫി ഷോപ്പിൻ്റെ നേരെ മുകളിൽ ഒരു റൂഫ് ഏരിയ, അതും സെറ്റപ്പായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്പേസിംഗ് ഉള്ളൊരു സംഭവമാണത്. അപ്പോൾ ഇതൊരു ജെൻസ് ഹോസ്റ്റലിലേക്ക് വേണ്ട ഒരു ടോയ്ലറ്റ് യൂണിറ്റാണ്. ഫുൾ ടോയ്ലറ്റായിട്ട് വരുന്ന സംഭവമാണ്. ഇതിൻ്റെ അകത്ത് ഫുൾ സംവിധാനങ്ങളും വരുന്നതാണ്. പാർട്ടീഷനൊന്നും കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ഇത് കൂടാണ്ട് ഈ കാണുന്നതാണ് ഒരു സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂൾ പണിതുകൊണ്ടിരിക്കുന്നതാണത്. സ്വിമ്മിംഗ് പൂൾ ഇത് ഗ്ലാസ് പാർട്ടീഷൻ കൊണ്ടുള്ള സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അകത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടി കാണാൻ അകത്തോട്ടും പുറത്തോട്ടും ഇത് വരുന്നതാണ്. പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ മുകളിൽ കയറി നോക്കി നോക്കാം. ഇതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ള അണ്ടർ കൺസ്ട്രക്ഷനാണ്. ഇതിൻ്റെ അകത്ത് കുറേ മെറ്റീരിയൽസ് കൊടുത്ത മറ്റ് പണികളുടെ മെറ്റീരിയൽസൊക്കെ ഇതിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോമാണിത്. മറ്റേ കണ്ടെയ്നറിൻ്റെ ഇടയിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോമുകളൊക്കെയാണ് കിടക്കുന്നത്. ഇതൊരു വീടിൻ്റെ മുകളിൽ റൂഫ് ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഡിസ്പാച്ച് ചെയ്യാനുള്ള ഒരു വീടാണ്. ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ള വീടാണ്. അതെ, ഇന്ന് ഡിസ്പാച്ച് ആവുകയാണ്. അത് ഒരു 1 BHK ഹൗസാണ്, റെഗുലർ ഹൗസാണ്. ഡേ ടു ഡേ ലിവിങ്ങിനുള്ള ഒരു വീടാണ്. ഓക്കെ. ഇത് അതിൻ്റെ ഒരു കോറിഡോർ മുന്നിൽ. അപ്പോൾ എല്ലാം ഒരു കോറിഡോറൊക്കെ തീർത്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടാണ് വിടുന്നത്. ചെയർ ഉൾപ്പെടെ ഫിറ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. ഫുൾ സെറ്റപ്പാണ്. ഇതിലൊന്നും ചെയ്യാനില്ല. അവിടെ ചെല്ലുക, ഇറക്കി വെക്കുക, സീവേജ് കണക്ട് ചെയ്യുക, വെള്ള ടാങ്കിന്റെ കണക്ഷൻ മേലുണ്ട്, ടാങ്ക് വെക്കുക, കണക്ട് ചെയ്യുക, യൂസ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യാനില്ല. ശരിക്കും പറഞ്ഞാൽ മറ്റേ ഇത്തിരി തണുപ്പുള്ള സ്ഥലം കൂടിയാണെങ്കിൽ വേറൊരു മൂടായിരിക്കും. ഇത് നല്ലൊരു ഇതൊക്കെ നമ്മൾ ഇൻബിൽഡ് ആണ്. ഈ വലിയൊരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ ഷെയ്ഡ് ഉൾപ്പെടെ ഇതിൽ ഫിറ്റഡ് ആണ്. ഫോൾഡ് ചെയ്യാൻ പറ്റും, ചെയ്തിട്ട് കൊണ്ടുപോകും. ഓക്കെ. അപ്പൊ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കൊണ്ടുപോകും. ഈ പ്ലാറ്റ്ഫോം സെപ്പറേറ്റ് ആണ്. ഇത് അഴിച്ചു മാറ്റി സെപ്പറേറ്റ് ഒരു വണ്ടിയിലിരിക്കും. ഓക്കെ. ഇതാണ് ഇതിന്റെ മെയിൻ ഡോറ്. ചെറിയ ഗ്ലാസും കൊടുത്തിട്ട്. ഓക്കെ. ഇപ്പോൾ ഡോർ തുറന്നാൽ ഉള്ളിൽ ഫസ്റ്റ് മോസ്കിറ്റോ മെഷ് ഡോർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വീടിനും നമ്മൾ ചെയ്ത് വിടുകയാണ്. കാരണം എല്ലാവർക്കും ആവശ്യമുള്ള. അപ്പോൾ നമ്മൾ ഓരോന്നിനും അതിനായിട്ട് വെക്കില്ല, എല്ലാം അത് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ടുവരും. ഓക്കെ. ഓ, ഇത് ഒരു ലക്ഷറി. അതെ, എല്ലാ സെറ്റപ്പ് ആണല്ലോ മൊത്തം. ആക്ച്വലി കണ്ടെയ്നറിന്റെ ഫീൽ ഒരിക്കലും വരില്ല. നമ്മുടെ എല്ലാ പ്രോഡക്ട്സിലും അങ്ങനെയാണ്. എല്ലാ പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് ഇന്ത്യയിലുള്ള എല്ലാ കമ്പനീസിലും നമ്മൾ വേർതിരിക്കുന്നത്. അതാണ്. ഓക്കെ. ഇത് എൻട്രി ചെയ്താൽ ഓൺ യുവർ ലെഫ്റ്റ് ഇതൊരു ഫോൾഡബിൾ ഡൈനിങ് ടേബിൾ ആണ്. ഇത് ഫോൾഡ് ചെയ്യാം, ലെഗ് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യാം. ഇവിടെ ഇരുന്ന് നമ്മളെ ഫാം നോക്കി, നമ്മുടെ പ്രോപ്പർട്ടി നോക്കി ഭംഗിയായിട്ടിരുന്ന് ഉഷാറായിട്ടിരുന്ന് കഴിക്കാം. ഇത് ഒരു TV വാള്, അതിലൊരു ചെറിയ ഫ്ലോട്ടിംഗ് റാക്ക് ഒന്ന്, ക്യൂട്ടായിട്ടുള്ള ഒരെണ്ണം.
പിന്നെ ഇവിടെ ഒരു കോമൺ വാഷ്റൂമാണ്, അതൊരു കോമൺ ടോയ്ലറ്റ്, ചെറുതാണ് 3x3. അതിൽ ടോയ്ലറ്റ് മാത്രം അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരെണ്ണം. ഇത് നല്ല ബ്യൂട്ടിഫുൾ കിച്ചൺ ഇവിടെ കൊടുന്നു. ഇതിനകത്ത് എല്ലാം സോഫ്റ്റ് ക്ലോസേഴ്സ് ആണ്. ഇത് കട്ട്ലറി ബാസ്ക്കറ്റും പ്ലേറ്റിൻ്റെ പ്ലെയിൻ ബാസ്ക്കറ്റ് പ്ലേറ്റിൻ്റെത് എല്ലാം സോഫ്റ്റ് ക്ലോസേഴ്സ് ആണ്. ഒക്കെ നല്ല റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈൽസ് ആണ്. ഗ്രാനൈറ്റിനേക്കാളും വെരി എക്സ്പെൻസീവ് ആണ്, നല്ല റിച്ച് ആയിട്ടുള്ള. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇത്തരത്തിൽ വർക്ക് ചെയ്തിട്ടാണ് ചെയ്യാം. വെന്റിലേഷൻ ആവട്ടെ, ഒരു റൂമിന്റെ പ്രോപ്പർ വെന്റിലേഷൻ പ്ലാൻ ചെയ്യും. ഇപ്പൊ ഇവിടെ നമ്മൾ കർട്ടൻസ് ഇട്ട് ക്ലോസ് ചെയ്താലും ഒരു ചെറിയ ലൈറ്റിങ്ങിന് വേണ്ടി മേലെ നമ്മളൊരു ഗ്ലാസ് പോർഷൻ കൊടുത്തു, അത് കർട്ടൻ ഇടില്ല, അപ്പൊ അതിലൂടെ ലൈറ്റിങ്സ് വരും. ചിമ്മണി ഉൾപ്പെടെ എല്ലാം ഫിറ്റ് ചെയ്തിട്ടാ പോകും. ഒരു വീടെന്ന് വെച്ചാൽ വീടിന് ആവശ്യമുള്ളതെല്ലാം തീർത്തിട്ടാണ് പോവാ. ഇതിൽ നമുക്ക് ഫാൻ ഇടാനുള്ള സ്പേസ് ഉണ്ട്. വാൾ ഫാൻ്റെ പ്രൊജക്ട്. അധികം നമ്മൾ സീലിംഗ് ഫാൻ അധികം ചെയ്യാറില്ല, വെക്കാറില്ല. പരമാവധി വാൾ ഫാനിലൂടെ നമ്മൾ അതിനെ മീറ്റ് ചെയ്യും. ഇതിനകത്ത് AC ഉണ്ട്, പിന്നെ വാൾ ഫാൻസ് വരും. അതിന്റെ പോയിന്റ്സ് ആണ്, അത് വാൾ ഫാൻസിന്റെ പോയിന്റ്സ് ആണ്. AC പോയിന്റ് അവിടെ വരുന്നു, അവിടെ AC വരും. അപ്പോൾ ഇത് സോഫ കൗച്ച് ഇവിടെ ഉണ്ട്, ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് പോകണം. ഇതിന്റെ അടിയിൽ ഇത് സ്റ്റോറേജ് ആണ്. നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട് ഇതിന്റെ അടിയിൽ നമുക്ക് തിങ്സ് ഫുൾ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പൊ എവിടെയും നമ്മൾ സ്പേസ് വേസ്റ്റ് ചെയ്യില്ല. ഒരു തരി സ്പേസ് പോലും നമ്മളെ ഡിസൈനിൽ നമ്മൾ വേസ്റ്റ് ചെയ്യില്ല. അതൊക്കെ ഡിസൈനിൽ കൊണ്ടുവരും. അപ്പൊ ഇതെല്ലാം തീർത്തിട്ട് എല്ലാ വിൻഡോസിനും മോസ്കിറ്റോ മെഷ്, കൊതുവല എല്ലാത്തിനും ഉണ്ട്. എല്ലാം ഫിറ്റ് ചെയ്തിട്ട് വിടുന്നത്. കേർട്ടൺ റോഡ്സ് ഉൾപ്പെടെ കണ്ടില്ലേ നിങ്ങൾ? ആ കേർട്ടൺ റോഡ് ഉൾപ്പെടെ ഫിറ്റ് ചെയ്തിട്ടാണ് ഫാക്ടറിയിൽ നിന്ന് പോകുന്നത്. ഇത് ബെഡ്റൂം ആണ്. ബെഡ്റൂമിൽ ഇതോ മാട്രസ് ഉൾപ്പെടെ, മാട്രസിന് ബെഡ് സ്പ്രെഡ് ഇട്ടിട്ടില്ല, അത് കാരണം കളർ അങ്ങനെ നിൽക്കുന്നത്. ഇത് മോഫി കോട്ടാണ്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. AC എല്ലാം ഫിറ്റഡ് ആണ്. നല്ലൊരു ഹെഡ് ബോർഡ് കൊടുത്തു, വർക്ക് ചെയ്തു. ഇന്റീരിയർ നല്ല പക്ക, നല്ല രസമായിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയ കോർണർ അടിച്ചിട്ട് ഇവിടെ നമ്മളെ വാർഡ്രോബ് ഇവിടെ കൊടുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല സൂപ്പർ വില്ല, അതേ പ്രതീതിയിലാണ് നമ്മൾ ഫിനിഷ് ചെയ്യാം. അപ്പൊ ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇതാണ് മെയിൻ. ഇത് ഗ്ലാസ് പാർട്ടീഷനുള്ള സെറ്റപ്പ് ടോയ്ലറ്റ് ആണ്. അതെ, ഹൈ എൻഡ് ആണ് ടോയ്ലറ്റ്. ഹൈ എൻഡ് ടോയ്ലറ്റ് ആണ്. ക്യൂബിക്കൽസ് ഒക്കെ ഇട്ടിട്ട് വാട്ടർ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഫിറ്റഡ് ആണ്. ഒരു ലോഫ്റ്റ് ഉണ്ട്. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ മിററും അതിന്റെ മേലെ ഒരു ലോഫ്റ്റും തിങ്സ് വെക്കാനുള്ള ഒരു ലോഫ്റ്റ്. വലിയ വെന്റിലേഷൻ. അതിന് മോസ്കിറ്റോ മെഷ് ഇട്ടിട്ടുണ്ട്. ലൈറ്റ് വരാനുള്ള എലമെന്റ് ഗ്ലാസ് ഉണ്ട്. വലിയ ഷവർ ഇട്ടിട്ടുണ്ട്. എല്ലാ സ്പേസ്. ഇപ്പൊ ഈ ഒരു ക്യാബിനറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ സൈഡിൽ, ഫർണിച്ചറിന്റെ സൈഡിൽ നമ്മൾ ഇത് ചെയ്തു, ടൈൽസ് ക്ലാഡ് ചെയ്തു. വാട്ടർ സ്പില്ലേജ് ഉണ്ടെങ്കിൽ അത് നാശാവാതിരിക്കാൻ വേണ്ടി, ലൈഫ് കൂട്ടാൻ വേണ്ടി അത് ചെയ്തു. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ ആലോചിച്ചുള്ള ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാം. ഇതിപ്പോ ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയൊരു നല്ലൊരു ഒരു കപ്പിൾ, ഒരു ചെറിയ 2 കുഞ്ഞുങ്ങളുള്ളവർക്കും താമസിക്കാവുന്ന, സുഖമായി ജീവിക്കാവുന്ന ഒരു 1 BHK എല്ലാം കൂടെ ചേർത്താൽ 420 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീട്. അപ്പൊ ഇതൊരു പാർട്ടി ചെയ്യുമ്പോൾ എത്ര രൂപ ചെലവ് വരുന്നുണ്ടാവും? ഈ പ്രോഡക്റ്റ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ കോസ്റ്റ് പറയുന്നതിലും പിന്നെ ഇതിനകത്ത് എല്ലാം നമ്മൾ ഫിറ്റഡ് ആണ്. പിന്നെ ഇന്റീരിയർ വർക്ക്സ്, ഇപ്പൊ ഈ വുഡൻ ഏരിയ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഒരു വുഡൻ പാനലിംഗ്, കംപ്ലീറ്റ് വുഡൻ പാനലിംഗ് ചെയ്തിട്ട് ഇതെല്ലാം ഫിനിഷ് ചെയ്യണം. കാരണം ഒരു സാധാരണ ജസ്റ്റ് ഒരു വീടല്ല. പിന്നെ എല്ലാം മോസ്കിറ്റോ മെഷ്, AC, ചിമ്മിനി, സോഫ കൗച്ച്, ഡൈനിങ് ടേബിൾ ഇതൊക്കെ ഫിറ്റഡ് ആണല്ലോ. അപ്പൊ ഇതിന്റെ പ്രൈസിങ് വരുന്ന 17.5 പ്ലസ് ടാക്സസ്. 17.5 ലക്ഷം, 17.5 ചെയ്യാവുന്ന ഒരു വീട് തന്നെയാണ്. ആ കോസ്റ്റ് അത് നമ്മൾ ആദ്യം നമ്മൾ സെഷനിൽ പറയാൻ കാരണം നമ്മളൊരു കോസ്റ്റിന് വേണ്ടിയിട്ടുള്ള രൂപത്തിൽ അപ്രോച്ച് ചെയ്താൽ നമ്മുടെ വർക്ക്ഔട്ട് അല്ല എന്ന് പറയുന്നത്. നമ്മൾ ഈ രീതിയിലാണ് പ്രോഡക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ കസ്റ്റമറെ സംബന്ധിച്ച് ആകപ്പാട് എന്റെ ഫാക്ടറിയിൽ 3 വിസിറ്റേ വന്നിട്ടുള്ളൂ. നമ്മൾ വിളിച്ചത് 2 വിസിറ്റും പിന്നെ അവർ വന്നു. അപ്പൊ ഇത്ര സമയം കൂടി എന്നാൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഈ വീടിന് വേണ്ടി അവർ എന്നോട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കൂ എത്ര ഉഗ്രനായിട്ട് വീട് തീർത്ത് പോകുന്നു. നാളെ ഇന്നത്തെ ലിഫ്റ്റിംഗ് ആണ്, നാളെ അൺലോഡ് ചെയ്യുന്നു. അടുത്ത 2-ാം ദിവസം അവർക്ക് താമസിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി സ്വന്തം ഒരു റിസോർട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേമാതിരി സിമ്പിൾ ആയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് സാധനം അവിടെ കൊണ്ടുവന്ന് കൊണ്ടുവച്ചു തരും. പിന്നെ വീടാണെങ്കിൽ വീട്, അങ്ങനെ എന്ത് അവിടെ കോഫി ഷോപ്പുകളൊക്കെ കുറെ കാണിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള എന്ത് സംഭവങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇവരുടെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരോടും എത്തിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമുക്ക് അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.